എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഉള്ളിച്ചോറ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ആവശ്യമുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്ത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. എന്നിട്ടൊരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പശുനെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് അത് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഉള്ളിക്ക് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു കറിക്ക് തുമിച്ച് വാരണ ഒരു പരിവാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ. ഇപ്പോൾ ഇതാ കുറച്ചൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ചോറ് എടുത്ത് വെക്കാം. ചോറ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് തനിയെ തിന്നാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ മുട്ടൊക്കെ പൊരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാറ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു മുട്ട ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചോറ്റിൽ ചേർത്ത അതേ സാധനങ്ങൾ തന്നെ നമ്മൾ ഇവിടെയും ചേർക്കുന്നത്, അതായത് പെപ്പർ പൗഡറും സാൾട്ടും. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച അതേ ഫ്രൈ പാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സംഭവം. നമ്മൾ എപ്പോഴും കഴിക്കണേക്കാട്ടും ക്വാണ്ടിറ്റിയിൽ ചോറ് കഴിച്ചു പോകട്ടെ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം. ഞാൻ എപ്പോൾ പെരേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും, അതായത് എൻ്റെ വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ദിവസങ്ങളിൽ ഇത് കഴിക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ല. എപ്പോഴേലൊക്കെ ആയിട്ട് ഒരു ദിവസമെങ്കിലും ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ. ചിലർക്കൊന്നും ഡെലിവറിക്ക് ശേഷം വലിയ ഇഷ്ടമൊന്നും ആവില്ല കേട്ടോ. പക്ഷേ എനിക്കെന്താണാവോ, എനിക്കിത് ഒടുക്കത്തെ ഫേവറേറ്റായി പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.